ട്രഡീഷണൽ തറവാടുകൾ കാണാൻ ഇഷ്ടമാണോ? അതും സൗത്ത് ഇന്ത്യയിലെ കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ എല്ലാ ട്രഡീഷണൽ തറവാടുകളും ഒരു കുടക്കീഴിൽ എന്ന പോലെ കാണാൻ അവസരം കിട്ടിയാൽ അടിപൊളിയാണ്. കേരളത്തിലെ ഹിന്ദു തറവാടുകൾ മാത്രമല്ല കേട്ടോ, ക്രിസ്ത്യൻ, മുസ്ലിംസ് അങ്ങനെ എല്ലാ വലിയ വലിയ തറവാടുകളും അവിടെ കാണാൻ സാധിക്കും. ദക്ഷിണേന്ത്യൻ പൈതൃകവും സംസ്കാരത്തിനും വേണ്ടി മാത്രം സമർപ്പിക്കുന്ന ഒരു മ്യൂസിയമാണ് ദക്ഷിണചിത്ര. ഇത് വരുന്നത് ചെന്നൈ പോണ്ടിച്ചേരി റൂട്ടിൽ, ഈസ്റ്റ് കോസ്റ്റ് റൂട്ടിൽ ചെന്നൈയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെയാണ് ദക്ഷിണചിത്ര വരുന്നത്. ദക്ഷിണചിത്രയുടെ ടാഗ് ലൈൻ തന്നെ ലിവിംഗ് മ്യൂസിയം അഥവാ ജീവിക്കുന്ന മ്യൂസിയം എന്നാണ്. ദക്ഷിണചിത്രയിലെത്തി ഗൈസ്. ഇനി നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ കേട്ടോ. ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് അഡൽട്ട്സിന് 150 രൂപയാണ്. ഈ ഫെസ്റ്റീവ് സീസൺ ആണ് അല്ലെങ്കിൽ വീക്കെൻഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 175 രൂപയാണ് അഡൽട്ട്സിന്. 5 തുടങ്ങി 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 60 രൂപയാണ്. അതിന് മുകളിൽ 12 തുടങ്ങി 17 വയസ്സുള്ള വരെയുള്ള കുട്ടികൾക്ക് 100 രൂപ. ഈ ഒരു ഇതിലാണ് കേട്ടോ. അവിടെ നമ്മൾ ചെന്ന് കയറുന്ന എൻട്രൻസിൽ തന്നെ നമുക്ക് ഇതേപോലെ ഒരു ക്രാഫ്റ്റ് ഷോപ്പും അതേപോലെ കുറച്ച് നമ്മുടെ കേരള സ്റ്റൈൽ കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ക്രാഫ്റ്റ് ഷോപ്പാണ്, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാനൊക്കെ പറ്റും കേട്ടോ. അവിടെ ചെന്നൈയിൽ താമസിക്കുന്നവർക്ക്, ചെന്നൈയിലെ ആ തിരക്ക് പിടിച്ച നഗരത്തിൽ നമുക്ക് ചെന്നൈ പോയാൽ അറിയാം, എല്ലായിടും ഭയങ്കര ബ്ലോക്കും ട്രാഫിക്കും ഒക്കെ ആയിട്ടുള്ള ബഹളങ്ങളാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് ഒന്ന് റിലാക്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒന്ന് വീട്ടിൽ പോയിട്ട് വരണം, ഒന്ന് തറവാട്ടിൽ പോയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ്. അവരുടെ ഫീലിങ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ്. കയറി വരുന്ന ഈ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെയാട്ടോ ഒരു ഗണപതിയും അതേപോലെ കേരള സ്റ്റൈലിലെ നെറ്റിപ്പട്ടവും പിന്നെ നമ്മുടെ ചുമർ ചിത്രങ്ങളും ഒരു ദേവിയും കുറച്ച് ട്രഡീഷണൽ, എനിക്ക് തോന്നുന്നു ട്രൈബൽസിൻ്റെ ഒരു സ്റ്റൈലിലുള്ള കുറേ ക്രാഫ്റ്റും കാര്യങ്ങളും ദേവിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഈ വാൾമ വെച്ചിരിക്കുന്ന മാപ്പ് പോലെ തന്നെ നമ്മുടെ കയ്യിലേക്ക് ഒരു മാപ്പ് വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ 10 ഏക്കർ മുഴുവൻ ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പണിയൊന്നുമല്ല. എന്നാലും നമുക്ക് പറ്റണ പോലെ നമ്മൾ കാണാം എന്ന് വിചാരിച്ച് ഇറങ്ങാൻ പോകും. പ്രണവേട്ടൻ ഭയങ്കര ഗംഭീര പഠിത്തത്തിലാണ് മാപ്പ്. എന്താവും അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എങ്ങടാ പോകേണ്ടതെന്ന് വലിയ നിശ്ചയമൊന്നുമില്ല കേട്ടോ. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നൊക്കെ നോക്കി നടപ്പാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങളൊരു ആംഫി തിയേറ്റർ എന്നും പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു ഇത് കണ്ടത്. വരണ നടവഴി തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ആ സൈഡുകളിലൊക്കെ നമുക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് വേണമെങ്കിൽ കളിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. ഈ വഴി പോയാൽ കേരള ഹൗസും കാറ്റിൽ ഷെഡൊക്കെ കാണാം. ഓക്കെ, ഈ വഴി പോയാലാണ് കേരള ഹൗസും കാറ്റിൽ ഷെഡൊക്കെ കാണുന്നത്. നമ്മൾ ഒരു മാപ്പൊക്കെ വെച്ച് പോവുകയാണ്. എത്രത്തോളം സക്സസ് ആവുന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളൊരു മാപ്പൊക്കെ വെച്ച് ഊഹാഭാസമായിട്ട് ഇങ്ങനെ പോവുകയാണ് അല്ലേ. അതേ, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് പോയി എല്ലാം കണ്ടു കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കളിക്കാം. വരും. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ നമുക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ടാണെങ്കിലും അതേപോലെ നമുക്ക് ജ്യൂസ് കുടിക്കാനൊക്കെ ആയിട്ടുള്ള ഷോപ്പ്, അവിടെ നമുക്ക് വെള്ളം കുടിക്കാനും. ഇതേ നമ്മുടെ മലയാളത്തിൽ ചായക്കട എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു മരത്തോണ്ടുള്ള ഒരു വീട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇരുട്ടാണ്, ചുറ്റിട്ടൊക്കെ കയറാനല്ലേ. ഇതും ഹിന്ദു ഹൗസാണ്. പക്ഷെ ഉണ്ടല്ലോ, ചെരുപ്പിട്ടിട്ടൊക്കെ കയറിയിട്ടൊക്കെ എന്തൊരു നീറ്റാണല്ലേ ഇരിക്കണേ. എല്ലാവരും ചെരുപ്പൊക്കെ ഇട്ടാണ് കയറണത്. എനിക്ക് തന്നെ സംശയമായി ചെരുപ്പിട്ട് കയറണമെന്ന്. അത്രയും നീറ്റായിട്ടാണ് കിടക്കണം. ഇതൊക്കെ ഒരു കട്ടില് ഒരു തൊട്ടിലുണ്ട്. ഇതാണ് കുഞ്ഞു പണ്ടത്തെ തൊട്ടില് കണ്ടുവോ? അതെ, ഇത് പണ്ടത്തെ ഓലക്കുട തലയിൽ വെക്കണത് കർഷകരുടെ. ടച്ച് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ടച്ച് ചെയ്യണേ. മച്ച് നോക്കൂ, പണ്ടത്തെ മച്ചും. ഇതാണ് പണ്ടത്തെ മച്ച്. കണ്ടോ കുഞ്ഞോ? ഇതാണ് നമ്മുടെ പണ്ടത്തെ മച്ച്. പണ്ടത്തെ വാതിലൊക്കെ കണ്ടോ?
പത്തായം. ആ അടിപൊളി. പത്തായപ്പുര. അതെ, വലിയൊരു ചെമ്പ്. ഇതിലാണ് പണ്ട് നെല്ലൊക്കെ നമ്മൾ പുഴുങ്ങാറ്. കണ്ടുവോ? ആ ഇതെന്തായിരിക്കും? ഇതെന്താണെന്ന് അറിയണവർ കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്ക് മനസ്സിലായിട്ടില്ല ഇതെന്താണെന്ന്. ഇവിടെ എഴുതിയും വെച്ചിട്ടില്ല. ഇത് നമ്മുടെ കോരുവട്ട. ഞങ്ങൾ കോരുവട്ട എന്നാണ് പറയുക. നിങ്ങൾ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് നെല്ലൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ആക്കാൻ കോരുവട്ട. ഇതെന്താ അറിയില്ല കേട്ടോ. അളവ് പാത്രമായിരിക്കും. നെല്ലൊക്കെ അളക്കണ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു പറയൊക്കെ പോലത്തെ ആയിരിക്കും പണ്ടത്തെ. നമുക്കറിയില്ല. പ്ലീസ് ഡു നോട്ട് ടച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടച്ച് ചെയ്യണ്ട. ഇത് നമ്മുടെ ചെമ്പ്. അത് വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ട്. ചെമ്പ് എല്ലാം മച്ചിട്ട സ്ഥലമാണ് അല്ലേ, മച്ചിട്ട വീടുകളാണ്. ഹായ്, അടിപൊളി അല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇതിൽ കൂടെ ഇങ്ങനെ നോക്കാം പുറത്തേക്ക്. ജനലാണ്, പണ്ടത്തെ ജനല്. നോക്കൂ, നല്ല രസമുണ്ട് അല്ലേ. ആ ബെഞ്ച് പോലെ ഇതൊരു പെട്ടിയാണ്, പൂട്ടി വെച്ചിരിക്കുകയാണ്. അടിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റണ, ഇവിടെ മാറ്റാട്ടോ, സ്റ്റോർ ചെയ്യാൻ പറ്റണ ഒരു പെട്ടിയാണ്. ആ മുകളിലേക്ക് തട്ടുംപുറത്ത് കയറാൻ പറ്റണതാ. പണ്ടത്തെ തട്ടുംപുറത്ത് കയറാൻ ഉള്ള സൗകര്യം അല്ലേ. വെറുതെ കയറിക്കോളാം ഇവിടെ വരെ. തട്ടുംപുറം നോക്കൂ, തട്ടുംപുറത്ത് ഉണ്ടോന്ന് വല്ലതും ഉണ്ടോ? വല്ലതും തട്ടുംപുറത്ത് ഇല്ല. എന്നിങ്ങോട്ട് ഇറങ്ങിക്കോളൂ. പണ്ട് അപ്പോൾ ഈ വീട്ടിലെ നമ്മുടെ കാഴ്ചകളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുൻപ് ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു തൊഴുത്തുണ്ട് കേട്ടോ. പല്ലവി തൊഴുത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരുന്നുണ്ട്. വെറുതെ പറയണതാ. പിന്നെ ചാണകമൊന്നുമില്ല, പശുവില്ലല്ലോ, പിന്നെ എങ്ങനെയാ ചാണകം ഇടുക? ഇതേ നമ്മൾ ഉമ്മർത്ത് ചെത്തിപ്പൂ കണ്ടോ? പണ്ടത്തെ വീടിൻ്റെ ഉമ്മർത്തൊക്കെ ഉണ്ടാവും ചെത്തിയും തുളസിയൊക്കെ. അതേപോലെ അവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആ ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ചെത്തിപ്പൂവ്, പണ്ടത്തെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചെത്തിപ്പൂവ്. ഇതാ മൺകുടത്തിലെ വെള്ളം. ഒരു തറവാട്ടിലേക്ക് തന്നെയാണ് പോണേ. ഇനി അടുത്തതായിട്ട് ഒരു തറവാട്ടിലേക്ക് തന്നെയാണ്. അവിടെയും ഉണ്ട് കുറേ ചെത്തികൾ. തറവാട് തറവാട്ടിലെ പൂമുഖത്ത് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. കോഴിക്കോട് മാങ്കാവ് തറവാടിൻ്റെ ഒക്കെ ഒരു ശൈലിയിലാണ് ഇവിടെ അത്. ഇങ്ങോട്ട് വരും, കയറ്. അടുക്കള. ഇനി നമ്മൾ അടുക്കളയിലേക്കാണ് കേട്ടോ പോണത്. അടുക്കളയിലെ പാത്രങ്ങൾ കണ്ടുവോ? വലിയ ചീനഭരണികളുണ്ട്. ഈ ചീനഭരണി നമ്മുടെ വീട്ടിലുണ്ട് അല്ലേ. ചെറിയ ചീനഭരണി, വലിയ ചീനഭരണി ഉണ്ട്. പണ്ടുണ്ടല്ലോ ഉപ്പിലിട്ടതൊക്കെ ഇടണത് ഈ ഭരണികളിലാണ്, ചീനഭരണികളിൽ. അയ്യോ, ഒന്നും എടുക്കല്ലേ, മാറും. ഇത് നമ്മൾ ചെമ്പിൽ നെല്ലൊക്കെ പുഴുങ്ങില്ലേ, നെല്ല് പുഴുങ്ങുമ്പോൾ ഇങ്ങനെ എടുക്കാനുള്ളതൊക്കെയാണ് അതൊക്കെ. ഇതൊക്കെ ഉണ്ടോ? ഇത് നമ്മുടെ ഇപ്പോഴത്തെ കണ്ടിട്ടില്ലേ, നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇടണത് അതുപോലത്തെ ട്രേ കണ്ടോ? പണ്ടത്തെ ട്രേ. ഇതെന്താ? ഇതിങ്ങനെ വാരണതായിരിക്കും, നെല്ലൊക്കെ വാരാൻ ആയിരിക്കാം. ഇതേ വേറൊരു നല്ല ഭംഗിയുള്ള ഉരുളി ഓട്ടുരുളികളും ഇത് പറയുന്നുണ്ടല്ലോ നമ്മുടെ അവിടെയൊക്കെ അല്ലേ. ഇത് കണ്ടു? ഇത് ആഭരണ പെട്ടിയാണ്, പണ്ടത്തെ ആഭരണ പെട്ടി. നമുക്ക് തുറക്കാൻ പാടും എടുക്കാൻ പാടും ഒന്നും അറിയില്ല കേട്ടോ. ഇതാ ആഭരണ പെട്ടി കണ്ടാ, നല്ല ഭംഗിയുണ്ടല്ലേ പണ്ടത്തെ പാത്രങ്ങൾ. കോരുവട്ട നേരത്തെ മോള് കണ്ടില്ലേ, കോരുവട്ട. ഏതാ അത്? എന്താ അറിയില്ല. ഞാനൊരു എന്തൊക്കെയാ കാണുന്നത്, നമുക്കറിയാത്തതുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയണതൊക്കെ ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അത് പണ്ടൊക്കെ കുഞ്ഞു റൂമുകളിൽ ഒരാൾക്ക് പോവാൻ കറക്റ്റ് പറ്റില്ല, കുനിഞ്ഞ് പോകണം. അതേപോലെ പോകാൻ പറ്റും. ഒരു ഇടവഴി, ഒരു കുഞ്ഞ് ഇടവഴി. ഇവിടെ ഒരു ജനലുണ്ട് പുറത്തേക്ക് നോക്കാൻ. അതൊരു നമ്മുടെ അറയുടെ അവിടെ നിന്നുള്ള ഒരു കുഞ്ഞു ജനലാണ് അത്. ഒരു കുഞ്ഞിടവഴി അല്ലേ. പണ്ടത്തെ പെട്ടികൾ കണ്ടു, ഭരണികള്
എന്താ പ്ലീസ് ഡു നോട്ട് ടച്ച്. ടച്ച് ചെയ്യാൻ പാടില്ല. ദേ വാർത്ത ടച്ച് ചെയ്യണ്ട. ദേ ഇതാണ് നമ്മുടെ നെല്ല് പുഴുങ്ങണ ഇത്. ഇത് ആയുർവേദത്തിൻ്റെ, അതെ ആയുർവേദം മരുന്നുകളൊക്കെ ഇങ്ങനെ ചെയ്യണതായിരുന്നു. കണ്ടുവോ അവർ ചെയ്യണ? കണ്ടുവോ ഇടിച്ചിടിച്ചൊക്കെ ചെയ്യണ കണ്ടുവോ? അങ്ങനെയുള്ള സ്ഥലമാണ് ഇത്. മരുന്നുകൾ, ആയുർവേദ മരുന്നുകളാണ് അതൊക്കെ. അതുമ്മ പേരൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? കുഞ്ഞി കണ്ടോ തട്ടുകളാണ് കേട്ടോ ഇങ്ങനെ ഇറങ്ങാൻ. ദേ നോക്കൂ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വരിക്കാശ്ശേരി മനയിലൊക്കെ പോയപ്പോൾ കണ്ടതുപോലെ തന്നെ ഉള്ള വരിക്കാശ്ശേരി മനയിൽ നമ്മൾ കണ്ടില്ലേ? മുകളിലേക്ക് വഴിയുണ്ടല്ലേ? ഇത് കാളയുടെ കൊമ്പ്, കൺപീലിയൊക്കെ ഉണ്ട് കാളക്കിട്ടോ. നോക്കൂ നല്ലോണം കൺപീലിയൊക്കെ ഉണ്ട്. മൂൺ കലണ്ടർ 2006 മൂൺ കലണ്ടറാണ്. കയറുന്നതിന് മുൻപ് ഇവിടെ ഒരു കുഞ്ഞു കിളിവാതിലൊക്കെ ഉണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ടൊക്കെ പോയി ഹൈക്ക് പറഞ്ഞ് പോവാം. ഞങ്ങൾ മോളിൽ പോവാണ്. എന്താ രസം, ഒരിടനാഴിയിലേക്കാണ് കേട്ടോ നമ്മൾ കിടക്കണേ. ഇപ്പൊ തട്ടുംപുറം അല്ലേ? ഇത് തട്ടുംപുറം എന്നല്ലേ പറയാ? തട്ടിൻപുറം. നോക്കൂ, ഇത്ര തൊടാൻ പറ്റണ പോലത്തെ മച്ചും ഇടനാഴിയും. ഇത് ഭംഗിയല്ലേ ശരിക്കും? ഇതൊക്കെ നമ്മൾ കേരളത്തിൽ അതേ തമിഴ്നാട്ടിൽ വന്നിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് 4 കെട്ട് കാണാം. ഉണ്ടോ? അതേ സെയിം നമ്മുടെ അവിടെ വെച്ച് പടിഞ്ഞാറക്കെട്ടിൽ കണ്ട പോലെ തന്നെ ജനല്, പിന്നെ ഒരു ഇടനാഴി, ഒരു കുഞ്ഞു മുറിയില്ലേ? ഇതെന്തത് കുഞ്ഞ് ഇതിലേക്ക് കടക്കാനുള്ള ഒരു ജസ്റ്റ് ഒരു കുഞ്ഞു മുറി. നമ്മുടെ മണിച്ചിത്രത്താഴില് ശ്വാസം കിട്ടാത്ത പോലത്തെ മുറിയല്ലേ? മണിച്ചിത്രത്താഴിൽ കണ്ടിട്ടില്ലേ നമ്മളൊരു കുഞ്ഞു മുറി, ശ്വാസം കിട്ടാത്ത പറയണോണ്ട് കുഴപ്പമില്ല. വിഷയം ബാത്റൂം ആണെന്നുണ്ട്. ബാത്റൂം ആണെങ്കിൽ നമ്മൾ അതൊക്കെ കാണില്ലേ? ഇതാ അതിലെ പോലെ തന്നെ എയർ കിടക്കാത്ത മുറിയും. ചൂലുണ്ട്, അതിപ്പോഴത്തെ ചൂല. റിവ്യൂ ചിത്രങ്ങളും ഉണ്ട് കേട്ടോ. മച്ചൊക്കെ നമുക്ക് തൊടാല്ലേ? അത് കുഞ്ഞായതുകൊണ്ടല്ലേ. ഇതാ ഇവിടെയും ഉണ്ട് എൻ്റെ അപ്പം ഒരു കുഞ്ഞ ഇടനാഴികൾ. നല്ല ഇടനാഴികളൊക്കെ അടിപൊളി കേട്ടോ. അവിടെ വേറൊരു അതാ പണ്ടത്തെ തൂക്ക് വിളക്കുകള്, കിണ്ടി. ഇതെന്താ അത്? കിണ്ടി. ഇങ്ങനെ ഒരു കിണ്ടി ആദ്യമായിട്ട് കാണുക കേട്ടോ. പൂജ ഇവിടെയാ തോന്നുന്നു കേട്ടോ പൂജകളൊക്കെ നടത്തണതേ. നമ്മുടെ കളം വരച്ച് പൂജ നടത്തണ സ്ഥലങ്ങളാണ് ഇത്. പൂജാ റൂമാന്ന് തോന്നുന്നു. ഇത് കണ്ടോ? ഇങ്ങനെ ഒരു കിണ്ടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെന്താ പറയാന്നൊക്കെ ആർക്കെങ്കിലും എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. ഇത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ 3 ഇതുള്ള കിണ്ടി കാണണേ? ദേ ഭഗവതി. ഇതായിരിക്കും മച്ചൽ ഭഗവതി അല്ലേ? നമ്മുടെ ഇതിൽ പറയണ ഒരു തെയ്യം. അവിടെ TV-യിൽ നമ്മുടെ മാർഗംകളിയും തിരുവാതിരക്കളിയും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതാ നോക്കൂ, നമ്മുടെ തെയ്യം, നമ്മുടെ കലാരൂപങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കാള പാലക്കാടല്ലേ വിഷ്ണുട്ട ഇത്? അതാണ് നമ്മുടെ തെയ്യം. അല്ല, മുടിയേറ്റ് അല്ലേ? മുടിയേറ്റ്. പിന്നെ കാളയുടെ ഇതാ. പിന്നെ ഭഗവതി ഉണ്ട്. ഇവിടേക്കൊക്കെ ചെരുപ്പിട്ട് എല്ലാവരും കയറുന്നുണ്ട്. ഇതാ ഭഗവതി. വരൂ കുഞ്ഞോ, ബാ. നമുക്ക് ഒരുപാട് വീടുകൾ കാണാനുണ്ട്. അതാ കൊടുങ്ങല്ലൂര് ഭരണിയുടെ കൊടുങ്ങല്ലൂർ അമ്മയുടെ നമ്മുടെ വാളും ചിലമ്പും. വാളുണ്ട്. എന്താ വെളിച്ചപ്പാടിൻ്റെ വാളാണ്. കണ്ടുവോ വെളിച്ചപ്പാട്? ഇത് കണ്ടുവോ? ഏറ്റവും എനിക്കിഷ്ടം ഇതാട്ടോ, നമ്മൾ കുനിഞ്ഞ കിടക്കുക. ഇത് തമിഴ്നാട്ടിലെ ദേവിമാരും ദേവന്മാരും തോന്നുന്നു. അവരുടെ ഒരു ശൈലിയാണ് ഇതിൽ കാണുന്നത്. എന്തായാലും ഇവിടെയാണ് പൂജകളൊക്കെ നടത്തുന്നത്.
അങ്ങനെ പറയണ്ട ഭഗവതി. നമ്മൾ ഇത് കാണും. ഇത് തമിഴ്നാട്ടിൻ്റെ ഒരു ശൈലിയിലുള്ള ഭഗവതിനെയൊക്കെയാണ് കാണുന്നത്. അവരുടെ ഒരു കലാരൂപങ്ങളൊക്കെയാണ് കാണുന്നത്. നമ്മുടെ മുടിയേറ്റിനൊക്കെ വരയ്ക്കണതും തെയ്യത്തിന് വരയ്ക്കണതൊക്കെയാണ് കാണിക്കുന്നത്. അത് മതി. ഇതേ ഇവിടെ ഇത് കണ്ടോ, മുഖംമൂടികൾ കണ്ടോ ചേട്ടാ? ഇതേ 4 കെട്ടിലേക്ക് ഇവിടെ അടയ്ക്കാനും തുറക്കാനും പറ്റണ വാതിലാണ് കേട്ടോ. 4 കെട്ടിലേക്ക് കാണാനേ പറ്റണതും അടയ്ക്കാനും തുറക്കാനൊക്കെ പറ്റും. മുഖംമൂടികളും. പോവാം, ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വരൂ. ബാത്റൂം. പണ്ടത്തെ ബാത്റൂം കണ്ടുവോ? ഇതാണ്, ഇങ്ങനെയാണ് ഓവ്. പണ്ടത്തെ ബാത്റൂമിൻ്റെ ഓവറാന്ന് പറയും പണ്ടല്ലേ നമ്മൾ. ഇതെന്താ ലൈറ്റ് കത്തിയത് ഉണ്ടോ? അതാണ് ബാത്റൂം. ലൈറ്റൊക്കെ ഉണ്ട്, അതിപ്പോൾ ഇട്ടേക്കണതായിരിക്കും. ഇറങ്ങിക്കോളൂ. കുഞ്ഞുനെ ഇങ്ങനെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാ പേടി. ശരിക്കും ചെരുപ്പില്ലാണ്ട് ഇറങ്ങണ്ടേ അല്ലേ? ഭംഗിക്ക് വേണമെങ്കിൽ. ഇതാണ് നമ്മുടെ ധാര ചെയ്യല് ആയുർവേദത്തിൽ. ഇവിടെ കിടന്നിട്ടാണ് നമ്മൾ ധാരയൊക്കെ ചെയ്യുക ആയുർവേദത്തിൽ. ഇത് കണ്ടുവോ ഉഴിച്ചിലും ഒക്കെ? ഇത് കണ്ടുവോ ഉഴിച്ചിൽ ചെയ്യണ? കണ്ടു ചേച്ചീനെ ധാര ചെയ്യണ കണ്ടു? കിഴി പിടിക്കണു, ധാര ചെയ്യണു. അതൊക്കെയാണ് ആയുർവേദത്തിൽ ഓരോന്ന് ചെയ്യലാണ് അത്. ഇപ്പം ഇത് കണ്ടിട്ടുണ്ടോ? ഇവിടെ ആളെ കിടത്തും, ഇവിടെ തല വയ്ക്കും. ഇവിടെ ആളെ കിടത്തി ഇവിടെ തല വെച്ച് ധാര കണ്ടുണ്ടോ? അതും തുറക്കരുത്. ഇങ്ങോട്ട് പോരും. കുടം, ധാരയുടെ കുടം. ഇതിൽ കൂടെ എന്നിട്ടേ ധാരയുടെ എണ്ണ ഇങ്ങനെ പോവാനുള്ള ഒരു ഇതാണ്. കണ്ടുവോ? അതേപോലെ അപ്പുറത്തും ഉണ്ട്. നമ്മുടെ മേലൊക്കെ കിഴി വീഴ്ചും എണ്ണ തേച്ചും ഒക്കെ എണ്ണയൊക്കെ പോവാനൊക്കെ ആയിട്ട് അപ്പുറത്തും. കണ്ടു? എന്തോ മേളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എല്ലാവരും തന്നെ അങ്ങോട്ട് നീങ്ങുകയാണ്. അപ്പം ഞങ്ങളും ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങിട്ടോ. ഒരുപാട് ട്രഡീഷണൽ വീടുകൾ അതിനകത്ത്. ക്രിസ്ത്യൻ ട്രഡീഷണൽ വീടുകൾ, മുസ്ലിംസ് ട്രഡീഷണൽ വീടുകൾ, തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ ട്രഡീഷണൽ വീടുകൾ ഒരുപാടുണ്ട്. അതിപ്പോൾ ഇനിയിപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ നിന്നാൽ അത് ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത എപ്പിസോഡുകളായിട്ട് നമുക്കത് കാണാം. അപ്പോൾ ശ്രീ പ്രണവ് വ്ളോഗ്സിൻ്റെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതേപോലത്തെ രസകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.